ഹായ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന റെസിപ്പി ഇന്ന് ചിക്കൻ പെരട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴാണ് ഇത് കൂടുതൽ കാണുന്നത്. നമ്മൾ വീട്ടിലൊന്നും അധികം ചെയ്യുന്ന ഒരു റെസിപ്പിയല്ല. എന്നാലും നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഒരു ടേസ്റ്റിൽ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. വളരെ കുറവ് മസാലയും പിന്നെ അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ചെറിയൊരു ടൈമിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് മസാലാസ് ഒന്നും വേണ്ട. സോ ഫസ്റ്റ് തന്നെ ഒരു ഉരുളി വെച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒഴിക്കുന്നതിന് മുന്നേ ഉരുളി ചൂടായെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടും ഓയിൽ നന്നായിട്ട് ചൂടായെന്നൊന്നും നമുക്ക് ഉറപ്പ് വരണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അതിലോട്ട് നമുക്ക് അത് സെറ്റായി കിട്ടുള്ളൂ. സോ നമുക്കിനി ഇതൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട് ഏകദേശം. ഇനി നമ്മളിതിലോട്ട് 1 സ്പൂൺ കടുക് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് മാറും. ഇതിപ്പോൾ ചെറിയ സ്പൂണാണ്, അപ്പോൾ ഒരു 1.5 സ്പൂൺ ഇട്ടപ്പോൾ 1 സ്പൂൺ കറക്റ്റ് വലിയൊരു സ്പൂൺ കടുകായി. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില നമ്മളത് ചെറിയ ചെറിയ ഇതളാക്കിയിട്ട് നമ്മൾ ഇടുന്നില്ല, നമ്മളത് തണ്ടോട് കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് അതുപോലെ തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. അപ്പോൾ നമ്മൾ ആദ്യം കടുക് ചിക്കൻ പെരട്ടിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഒരു 4-5 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കളറ് വേണമല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് അധികം ഇടുന്നില്ല, നമ്മൾ ചില്ലി പൗഡർ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറിയിൽ ചെയ്യുന്നതിന് ഡിഫറൻ്റ് ആയിട്ട് നമ്മളിതിൽ ഫസ്റ്റ് തന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് കടുകും, പിന്നെ അതുപോലെ തന്നെ സാധാരണ ചിക്കൻ കറിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒന്നാണ് കടുക്. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ കളറ് നല്ലോണം മാറി ഒരു ഗോൾഡൻ കളറായി വരണം. അതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒരു റെഡ് ചില്ലി ഒരു 7-8 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്, റെഡ് ചില്ലി. അപ്പോൾ നമ്മളത് നമുക്ക് കാണാൻ ഭാഗത്തിനാണ് നമ്മൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാം അരച്ച് ചേർക്കുന്നതിനേക്കാളും പകരമായിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ സവാള ഇവിടെ ഞാനൊരു 1.5 കിലോ ചിക്കന് ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. കാരണം സവാളയല്ലേ വഴണ്ട് വന്നോളും, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. സോ സവാള കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മധുരം കാര്യങ്ങളൊന്നും വരില്ല, നമ്മൾ ചില്ലി പൗഡറൊക്കെ ആവശ്യത്തിന് ചേർക്കുന്നതുകൊണ്ട് തന്നെ സവാളയുടെ മധുരവും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് സവാള വഴണ്ടില്ലെങ്കിൽ പിന്നെ നമുക്കതൊരു ടേസ്റ്റായിട്ട് വരില്ല. അത് ചിക്കനിൽ കിടന്നിട്ട് പിന്നെ അത് വേവാനുള്ള ടൈമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒരു ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ സവാള ചിക്കൻ ഇടുന്നതിന് മുന്നേ തന്നെ വഴറ്റിയെടുക്കണം.
ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പൊടികൾ ചേർക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓരോ പൗഡർ ഇടുമ്പോൾ നമ്മളത് മിക്സ് ചെയ്തിട്ട് പിന്നെ അടുത്ത കറി പൗഡർ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് ഇടുന്നത് മുളക് പൊടിയാണ്. നമ്മളിപ്പോൾ ഇടുന്നത് നോർമൽ ചില്ലി പൗഡറാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കാശ്മീരി ചില്ലി കുറച്ച് ഇടുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ കളർ കുറച്ച് കിട്ടാൻ ആയിട്ട് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് കാശ്മീരി ചില്ലി ഇടാം. പിന്നെ അതാണല്ലോ നമ്മളത് ഒരു പെരട്ട് പോലെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കളർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തെടുക്കണം. മെയിനായിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇതിന്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതൊന്നും കൂടെ വഴറ്റിയെടുക്കണം. കുറച്ചും കൂടെ നമ്മൾ സവാള വഴറ്റാനുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. നമ്മൾ മസാലയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് ചിക്കൻ ജസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ മസാലയൊന്നും ഓൾറെഡി മിക്സ് ചെയ്ത് വച്ചിട്ടല്ല നമ്മൾ ചിക്കൻ ചേർക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ജസ്റ്റ് റോ ആയിട്ട് നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട് ഇത്. ഇനി നമ്മൾ അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ഇത് അടച്ചു വയ്ക്കും. ഇനി നമ്മളിതിൽ വെള്ളവും കാര്യങ്ങളൊന്നും വേറെ ചേർക്കുന്നില്ല. കാരണം നമുക്കിതൊരു ഡ്രൈ ഫോമിലാണ് കിട്ടേണ്ടത്. നമുക്ക് സെമി ഗ്രേവി പോലും ആയിട്ടല്ല കിട്ടേണ്ടത്, ഡ്രൈ ആയിട്ടാണ് ഈ ഒരു ചിക്കൻ റെസിപ്പി നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കണം. പിന്നെ നമുക്കറിയുന്ന പോലെ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പം നമ്മളിത് തുറന്നപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും ഒഴിച്ചിട്ടില്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. സോ നമുക്ക് ഇത് ഡ്രൈ ആക്കാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ ചിക്കൻ വേവാനുള്ള വെള്ളവും നമുക്കിതിൽ തന്നെ ഉണ്ട്. സോ നമുക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിങ്ങനെ ഇടയ്ക്ക് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അടച്ചു വെച്ച് പിന്നെയും വേവിക്കുക. അതാണ് നമ്മുടെ മെയിൻ ഇനി ചെയ്യാനുള്ള കാര്യം. ഇനി അടുത്തതായിട്ട് ഇത് നമുക്കൊരു ഓപ്ഷണലാണ്. നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്ക് നിർബന്ധമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് നമുക്ക് ഹെൽത്തിനും നല്ലതായതുകൊണ്ടാണ് ഞാൻ മല്ലിയില പ്രിഫർ ചെയ്യുന്നത്. കുറച്ച് ആഡ് ചെയ്താൽ മതി, നമുക്ക് വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരില്ല. ഓൾമോസ്റ്റ് സെയിം പോലെ തന്നെയാണ് ഇരിക്കുക. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഒരു കളറ്, ഒരു ബ്ലാക്ക് റെഡിഷ് കളറ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമുക്ക് കൂടുതലും ഇടാം, പക്ഷെ നമ്മൾ ഒരു റെഡ് ചില്ലിയാണ് മെയിനായിട്ട് ഇതിന് ഉപയോഗിക്കുക. അതായത് ചില്ലിയുടെ ടേസ്റ്റാണ് കൂടുതലും നിൽക്കേണ്ടത്. ഇതിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പെപ്പർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരും നമ്മൾ കുരുമുളക് പൊടി കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവി, ഇതിപ്പോൾ ഗ്രേവി ആയിട്ട് നല്ല അടിപൊളി ഗ്രേവിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മളിത് ഡ്രൈ ആക്കണമല്ലോ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഡ്രൈ ആക്കണം. അപ്പോൾ അതിന് നമ്മൾ വറ്റിച്ചെടുക്കണം ചിക്കൻ. അങ്ങനെ ഇപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറിയല്ല, നമ്മൾ പെപ്പർ ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ഡ്രൈ ആയി ചിക്കനിലോട്ട് ഗ്രേവിയൊക്കെ പിടിച്ചിരിക്കും.
സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.